ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 28-ാമത്തെ വാക്യം. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു, മോശയും ഏലിയാവും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. ഉണർന്ന ശേഷം അവൻ്റെയും തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അതായത് ഇവരെ കൊണ്ട് ഇത് യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും കൊണ്ടുപോയി ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് ഇവരെ കൊണ്ടുപോയതാണ്. പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയിട്ട് ഇവരെന്ത് ചെയ്തു? ഇവരങ്ങ് അവിടെ കിടന്നുകൊണ്ട് ഉറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഉറക്കത്തിൻ്റെ ആ ഒരു ഇതിൽ ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴത്തേക്കും അവരങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ അവർ ഉണർന്ന ശേഷം നോക്കുമ്പോൾ യേശു കർത്താവ് 2 പേരുമായിട്ട് നിന്ന് സംസാരിക്കുകയാണ്. യേശു കർത്താവ് ആ സമയത്ത് ഇനി നടക്കാൻ പോകുന്ന ആ മരണത്തെ കാൽവരി ക്രൂശിലെ മരണത്തെക്കുറിച്ചാണ് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ ഉണർന്ന ശേഷം ഇവർ നോക്കുമ്പോഴത്തേക്കിന് 3 പേര് 2 പേര് അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് നല്ലൊരു കാഴ്ചയാണ് അല്ലേ? നമ്മൾക്കത് ചിന്തിക്കുമ്പോൾ തന്നെ അത് നമ്മുടെ ഒരു ഭാവനയിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നിന്ന് നോക്കുമ്പോഴത്തേക്കിന് കർത്താവ് യേശുക്രിസ്തു ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മോശയും ഏലിയാവും തന്നെ എന്നാണ് അവരെ കാണുന്നത്. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഭൂമിയിൽ നിന്നിട്ട് വേണം ഈ ക്രൂശ് വഹിക്കാനും ഈ വേദനകൾ സഹിക്കാൻ വേണ്ടിയും. അപ്പോൾ അവർ വന്ന് സംസാരിക്കുകയാണ് ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവിടെ അത് സംസാരിക്കുകയാണ്. പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ പാർപ്പെട്ട് ഉണർന്ന ശേഷമാണ് അവൻ്റെ തേജസ്സിനെയും അവനോട് കൊടുക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അപ്പോൾ കാണുന്ന കാഴ്ച എന്തുമാത്രം നല്ലൊരു കാഴ്ചയായിരിക്കും അല്ലേ? നമുക്കൊരു പെട്ടെന്നൊരു ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ച, ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് തോന്നും അല്ലേ? നിൽക്കുന്ന 2 പുരുഷന്മാരെയും കണ്ടു. അവർ അവനെ വിട്ടു പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട്, അതായത് ഈ മോശയും ഏലിയാവും കൂടെ വിട്ടു പിരിയുമ്പോഴത്തേക്കിന് പത്രോസ് യേശുവിനോട് പറയണം, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. എന്ന് പറയണേ, ഗുരു, നമുക്കിവിടെ ഇരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നതെന്നറിയാതെ പറഞ്ഞു. എന്താ പറയുന്നതെന്ന് പത്രോസിന് അറിയാതെ പോലും പത്രോസ് ഇങ്ങനെ പറയുകയാണ്, ഞങ്ങൾ 3 കുടിലുണ്ടാകട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറയുന്നു. ഇത് പറയുമ്പോഴത്തേക്കിന്, ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു മേഘം അവിടെ മേൽ നിഴലിട്ടു. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിന് ഒരു മേഘം വന്ന് നിഴലിടുകയാണ് ചെയ്തത്. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു. അതായത് ഈ മേഘത്തിൽ ഇവർ തന്നെ പേടിച്ചു പോയി. കാരണം ഇവരൊന്നായിട്ട് ഇത് കണ്ടിട്ട് ആകെപ്പാടെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്കിന്, അപ്പോൾ സന്തോഷമുള്ളതുകൊണ്ടല്ലേ പറഞ്ഞത് ഞങ്ങൾ 3 കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞത്, നിങ്ങളിവിടെ താമസിക്കാൻ 3 കുടിൽ. ഇത് പറയുമ്പോഴത്തേക്കിന് തന്നെ ഒരു മേഘവും നിഴലിട്ട്. അപ്പം മേഘത്തിൻ്റെ അകത്ത് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മളിപ്പോൾ ഭൂമിയിൽ നിൽക്കുന്ന ആൾക്കാരെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു മേഘത്തിനകത്ത് നിൽക്കുമ്പോൾ ചുറ്റുപാട് ഒരു കാഴ്ചകൾ പോലും ഇല്ല. അപ്പം നമ്മൾ പേടിച്ചു പോകത്തില്ലേ? ഒരു മേഘം വന്ന് അവിടെ മേൽ നേടിയിട്ടു. അവർ മേഘത്തിലായപ്പോൾ പേടിച്ചു പോയി. അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടാകുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദമുണ്ടായി. എന്നാണ് ശബ്ദം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്തെ യേശുവിനെ തനിയെ കണ്ടു. അതായത് ഈ ശബ്ദം ഉണ്ടായപ്പോൾ മറ്റവരാരുമില്ല. അപ്പോൾ യേശു കർത്താവിനെ തന്നെയാണ് കാണുന്നത്, അവിടെ കണ്ടത്. അപ്പോൾ തന്നെ മനസ്സിലാകും ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ മറ്റവരെയല്ലല്ലോ ഉദ്ദേശിച്ചത്, യേശു കർത്താവിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദമുണ്ടായി. ശബ്ദമുണ്ടായ നേരത്തെ യേശുവിനെ തനിയെ കണ്ടു. അവർ കണ്ടതൊന്നും ആ നാളുകളിൽ ആരോടും അറിയിക്കാതെ മൗനമായിരുന്നു. അതായത് ഈ കണ്ട കാഴ്ച അവരാരോടും പറഞ്ഞിട്ടില്ല. അതായത് ഗുരുവിനെ റെസ്പെക്റ്റ് കൊടുത്തു, അതായത് യേശുവിനെ റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവരങ്ങോട്ട് വലിയ ചോദ്യങ്ങളോ ഒന്നും അവർ ചോദിച്ചില്ല. അതുകൊണ്ടാണ് അവർ കണ്ടത് ആ നാളുകളിൽ അത്രയും നാളുകളിൽ ഒന്നും ഞങ്ങളല്ല എന്നോടൊരു കാഴ്ച കണ്ടു എന്ന് അവർ ആരോടും പറഞ്ഞിട്ടില്ല. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് നമുക്ക് വേറെ ഒരു വചനം കൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. അതായത് മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം ഇങ്ങനെ വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കുവാനായിട്ട് യോഹന്നാന്റെ കീഴിൽ സ്നാനമേൽക്കാൻ പോയപ്പോൾ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ശബ്ദം ഇവിടെയും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി.
അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കണ്ട കാഴ്ചയിൽ യോഹന്നാനും സാക്ഷീകരിക്കുന്നുണ്ട്. പത്രോസും ഇങ്ങനെ തന്നെ ഈ വചനത്തിൽ കൂടി പറയുന്നു. അപ്പോൾ നമ്മൾക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 14-ാം അധ്യായം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. അതായത് യോഹന്നാനെ ഈ കണ്ട കാഴ്ച, അതായത് അവിടെ ആ മലയിൽ പോയപ്പോഴത്തേക്കിന് കണ്ട കാഴ്ചയാണ് ഇവിടെ പറയുകയാണ്. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെക്കുറിച്ച് സാക്ഷീകരിച്ചു. ഒരു സാക്ഷി പറഞ്ഞാൽ മതിയല്ലോ ഒരാളെക്കുറിച്ച്, അല്ലാതെ എല്ലാവരും കൂടിയാണ് പറയുന്നത്, അല്ല. അപ്പോൾ യോഹന്നാൻ എന്താണ് ഈ ഒരു സാക്ഷി അവിടെ പറയുകയാണ്, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് കണ്ടു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പത്രോസ് ഈ കണ്ട കാഴ്ചയെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? ഞങ്ങൾ നമ്മുടെ, അതായത് പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. അതായത് ഉണ്ടാക്കിയ കഥകളെ, കെട്ടുകഥകളെ പ്രമാണിച്ചിട്ടല്ല, നിർമ്മിച്ചുണ്ടാക്കിയ കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ് ഞങ്ങൾ എന്നാണ് പത്രോസ് പറയുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അത് ശ്രേഷ്ഠ തേജസ്സിങ്കിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടി വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോഴും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. അതായത് ഈ പത്രോസ് പറയുകയാണ്, ഇത് ഞങ്ങൾ കണ്ടത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല ഞങ്ങൾ നിങ്ങളോടൊക്കെ അറിയിച്ചത്, അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ അത്രേ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്തിൽ നിന്ന് അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടി എവിടെ ഇരിക്കുമ്പോഴാണ്? വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായത് കേട്ടു. അപ്പോൾ യോഹന്നാനും ഇതിനെപ്പറ്റി സാക്ഷീകരിച്ചു, പത്രോസും ഈ കണ്ട കാര്യം സാക്ഷീകരിച്ചു. ആ നാളുകളിലൊന്നും ഇവർ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവരുടെ വചനങ്ങളിൽ ഇവർ എഴുതുകയാണ് ചെയ്തത്. ഇവർ ഈ ലേഖനങ്ങളിൽ കൂടി ഇങ്ങനെ എഴുതുകയാണ് ചെയ്തത്. ഇത് പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോഴും ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. തിരുവഴുത്തിലെ പ്രവചനം, എന്നിട്ട് പത്രോസ് പറയുകയാണ്, തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്തിൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയിൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ. ഈ ദൈവവചനങ്ങളിൽ എഴുതിയിരിക്കുന്നതൊന്നും നിർമ്മിത കഥകളല്ല. ഇത് പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയിൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ. പത്രോസ് പറഞ്ഞതും യോഹന്നാൻ പറഞ്ഞതും എല്ലാം നേരിട്ട് കണ്ട കാഴ്ചകളും ഒക്കെയാണ് അവർ സാക്ഷീകരിച്ചിരിക്കുന്നത്. നിർമ്മിത കഥകളുമല്ല. അതായത് കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ ദൈവം അവന് മാനവും തേജസ്സും ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇവർ കണ്ട കാഴ്ച പറയുന്നുണ്ട്, ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോഴാണ് ഈ കാഴ്ചകൾ കണ്ടത്. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനം മുതൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ദൈവം ഈ വചനങ്ങളാൽ ദൈവം എല്ലാം